കേസരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് റവ നമുക്ക് ഒരു 100 ഗ്രാം റവയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അതിനടുത്ത് ഷുഗർ, ഇത് ഒരു 100 ഗ്രാം ഷുഗറാണ്. പിന്നെ ഇത് വന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇവിടെ ഇപ്പം ഉണക്കമുന്തിരിയും പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാഷ്യൂ ബദാം അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നെയ്യാണ്. പിന്നെ ഇതിൽ കുറച്ച് ഏലക്കായ എല്ലാം നിങ്ങളുടെ ഒരു 3-4 ഏലക്കായ മതി. പിന്നെ ഇത് ഞാൻ ഇപ്പോൾ യെല്ലോ കളർ കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് യെല്ലോ ഫുഡ് കളറാണ് കേട്ടോ, യെല്ലോ ഫുഡ് കളർ. ഇത്ര ഐറ്റംസാണ് വേണ്ടത്. വളരെ എളുപ്പമാണ് കേട്ടോ, വളരെ എളുപ്പമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. റവയും ഷുഗറും നെയ്യും ഡ്രൈ ഫ്രൂട്ട്സും ഏലക്കായും മാത്രം മതി. നമുക്ക് ഈസി ആയിട്ട് നല്ല ഒരു അടിപൊളി സ്വീറ്റ് കേസരി ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, നമുക്കിപ്പോൾ വീഡിയോയിൽ പോയി നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് നെയ്യ് ഒരു 1/2 സ്പൂൺ നെയ്യ് വീത്തിയിട്ട് നമുക്ക് റവ നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ് നമുക്ക് റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. എനിക്ക് നെയ്യ് ഫ്ലേവർ കുറച്ച് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികമായിട്ട് നെയ്യ് ഇട്ടേണ് കേട്ടോ. നെയ്യ് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമുക്ക് റവ ഇതിലോട്ട് ചേർക്കാം. റവ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന റവയാണിത്. ഞാൻ ഇപ്പോൾ ഇതിലോട്ട് ചേർക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് ഈ റവയെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാടത് കരിഞ്ഞു പോകരുത്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ, ആ കളർ വരുന്നവരേക്കും നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നിങ്ങൾ റോസ്റ്റ് ചെയ്യണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ ചിലപ്പോൾ റവ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇത് ഗോൾഡൻ കളർ ആവുന്നവരേക്കും ഫ്രൈ ചെയ്യണം കേട്ടോ. റവ നന്നായിട്ട് റോസ്റ്റായി വരുന്നുണ്ട്. ഇത് കൂടെ ഇത് കളർ മാറണം. നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിത് റോസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് റവ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നിങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം നോക്കിയ ഈ ഒരു ബ്രൗൺ കളർ, ഈ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരേക്ക് ഫ്രൈ ചെയ്തിട്ട് ഇതിൽ നമുക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇത് ഈ പാനിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ റവ റോസ്റ്റ് ചെയ്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ റവ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ബോയിലാവണോ, വെള്ളം നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം നമുക്ക് ആ റവ ഇതിലോട്ടിട്ട് കൊടുക്കാം. നന്നായിട്ട് വെള്ളം തിളക്കട്ടെ, അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഈ റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കട്ടയില്ലാതെ നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് അങ്ങ് ചേർക്കണം ഈ വെള്ളത്തിനൊപ്പം. പെട്ടെന്ന് റവ കുറുവും കേട്ടോ, പെട്ടെന്ന് റവ കുറുവി വരും. നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഷുഗർ ആഡ് ചെയ്ത ഈ റവയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫുഡ് കളർ, യെല്ലോ ഫുഡ് കളറിൽ കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ മിക്സ് ചെയ്തതാണ്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ വന്നിട്ട് നമ്മൾ ഫുഡ് കളർ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നിങ്ങൾക്ക് ഒത്തിരി കൂടെ ഓയിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ വേണ്ട, കോക്കനട്ട് ഓയിൽ വേണ്ട, അതിൻ്റെ സ്മെല്ല് ശരിയാവത്തില്ല. റിഫൈൻഡ് ഓയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ വന്നിട്ട് കുറച്ച് 1 സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. നെയ്യല്ലാതെ 1 സ്പൂൺ റിഫൈൻഡ് ഓയിൽ നെയ്യിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സ്പൂൺ റിഫൈൻഡ് ഓയിലോ ഇല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യോ അങ്ങനെ എന്തെങ്കിലും വീണ്ടും കൂടെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. 4 ഏലക്ക പൊടിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഏലക്ക എടുത്തിട്ട് കുറച്ചിങ്ങനെ കീറിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏലക്ക ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കാഷ്യൂ നട്ട്സൊക്കെ ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ നെയ്യിൽ ഫ്രൈ ചെയ്ത് ലാസ്റ്റായിട്ട് കാഷ്യൂവും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്താണ് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നെയ്യിൽ ഫ്രൈ ചെയ്ത് ചേർക്കേണ്ടത്. ഇപ്പോൾ ഞാൻ വന്നിട്ട് കാഷ്യൂ എടുത്തിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഉണക്കമുന്തിരിങ്ങ മാത്രമേ ഇപ്പോൾ ഞാൻ നെയ്യിൽ ഫ്രൈ ചെയ്ത് ചേർക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഏലക്ക ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കാഷ്യൂ നട്ട്സൊക്കെ ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ നെയ്യിൽ ഫ്രൈ ചെയ്ത് ലാസ്റ്റായിട്ട് കാഷ്യൂവും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്താണ് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നെയ്യിൽ ഫ്രൈ ചെയ്ത് ചേർക്കേണ്ടത്. ഇപ്പോൾ ഞാൻ വന്നിട്ട് കാഷ്യൂ എടുത്തിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഉണക്കമുന്തിരിങ്ങ മാത്രമേ ഇപ്പോൾ ഞാൻ നെയ്യിൽ ഫ്രൈ ചെയ്ത് ചേർക്കാൻ പോവുകയാണ്. ഇപ്പോൾ കണ്ടോ, ഫൈനലായിട്ടുണ്ട്. ഇതോടെ കഴിഞ്ഞു. ഈ റവ കേസരി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണക്കമുന്തിരിയും എല്ലാം നെയ്യിൽ ഫ്രൈ ചെയ്ത് ചേർത്തിട്ടുണ്ട്. കണ്ടോ, ഉണക്കമുന്തിരി എല്ലാം നെയ്യിൽ ഫ്രൈ ചെയ്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ റവ കേസരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സ്വീറ്റ് റവ കേസരി റെഡി. ഓക്കെ, നമ്മുടെ സ്വീറ്റ് റവ കേസരി റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. കഴിക്കാനും ഇതേപോലെ തന്നെ നല്ല നല്ല ടേസ്റ്റാണ്. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനും. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് നമുക്ക് ചിലപ്പോഴൊക്കെ സ്വീറ്റ് കഴിക്കാൻ തോന്നിയാൽ റവ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ റവ കേസരി. ഓക്കെ, വീണ്ടും ഇതേപോലത്തെ നല്ലൊരു ഡിഷായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. അമ്മ ഇരുന്ന് കേസരി കഴിക്കുകയാണ്. ഞാൻ അമ്മയ്ക്കറിയാതെ വീഡിയോ എടുത്തതാണ് കേട്ടോ. കണ്ടോ, അമ്മ നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്.